നമ്മൾ ജീവിതത്തിൽ മുഴുവൻ സമ്പാദ്യം കൊടുത്ത് ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യണം. ബിൽഡർ പറയുന്നു, സർ 2 വർഷത്തിനുള്ളിൽ താക്കോല് തരാമെന്ന്. പക്ഷേ 5 വർഷം കഴിഞ്ഞാകും ഫ്ലാറ്റിൻ്റെ പണി തീർന്ന് നമുക്ക് പൊസിഷൻ കിട്ടുന്നത്. ഈ വൈകിയ വർഷങ്ങളിലെല്ലാം നമ്മൾ വീട്ടു വാടകയും കൊടുക്കണം, ഒപ്പം ഫ്ലാറ്റിൻ്റെ ലോണിൻ്റെ EMIയും അടയ്ക്കണം. അവസാനം നമ്മൾ ബിൽഡറിനോട് കോമ്പൻസേഷൻ ചോദിക്കുമ്പോൾ അവർ പറയും, ഇപ്പം ഫ്ലാറ്റ് കിട്ടിയില്ലേ, താക്കോല് നിങ്ങളുടെ കയ്യിലല്ലേ, ഇനി നിങ്ങൾ എന്തിനാ നഷ്ടപരിഹാരം ചോദിക്കുന്നേ? അതപ്പം നന്നായി. ഇനി ഈ കളി നടക്കില്ല. ഫ്ലാറ്റ് വൈകി കിട്ടിയാലും നിങ്ങൾക്ക് കോമ്പൻസേഷൻ, അതായത് നഷ്ടപരിഹാരം വാങ്ങാൻ അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതിയുടെ വളരെ നിർണായകമായ ഒരു വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമസ്കാരം, നീതു ഓൺ സ്റ്റേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ഹോം ബയേഴ്സിന് ആശ്വാസം നൽകുന്ന ഈ ചരിത്രപരമായ വിധിയെക്കുറിച്ചാണ്. സാധാരണയായി നമ്മളൊരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ ബിൽഡറുമായി ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യും. അതിൽ പൊസിഷൻ നൽകേണ്ട ഒരു തീയതി കൃത്യമായി ഉണ്ടാകും. പക്ഷേ മിക്ക പ്രൊജക്റ്റുകളും കൃത്യസമയത്ത് തീരാറില്ല എന്നതാണ് സത്യം. അവസാനം ബിൽഡർ താക്കോല് തരുമ്പോൾ നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ പോയി നഷ്ടപരിഹാരം ചോദിച്ചാൽ മുൻപ് NCDRC നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിട്രസൽ കമ്മീഷൻ പറഞ്ഞിരുന്ന ഒരു ന്യായമുണ്ട്. നിങ്ങൾ ഫ്ലാറ്റ് ഏറ്റെടുത്തു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നിങ്ങളൊരു കൺസ്യൂമർ അല്ല എന്ന്. ഫ്ലാറ്റിൻ്റെ താക്കോൽ വാങ്ങിയാൽ പിന്നെ വൈകിയതിന് കോമ്പൻസേഷൻ ചോദിക്കാൻ പറ്റില്ല എന്നായിരുന്നു മുൻപത്തെ നിയമം. എന്നാൽ ഈ ഒരു വാദത്തെയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ജസ്റ്റിസുമാരായ വിക്രം നാഥ്, V. മോഹന എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പ്രസ്താവിച്ചത്. ഡൽഹിയിൽ 22 വർഷത്തിന് ശേഷം ഫ്ലാറ്റ് കിട്ടിയ ഒരു വ്യക്തിയുടെ കേസിലാണ് ഈ വിധി വന്നത്. കോടതി വളരെ വ്യക്തമായി പറഞ്ഞത് ഇതാണ്: Taking possession of a flat would not bar home buyer from raising complaints against builders. അതായത് ഫ്ലാറ്റ് നിങ്ങളുടെ കൈവശം ലഭിച്ചു എന്നതുകൊണ്ട് മാത്രം ഫ്ലാറ്റ് കൈമാറാൻ ബിൽഡർ എടുത്ത കാലതാമസത്തിനുള്ള നഷ്ടപരിഹാരം ചോദിക്കാനുള്ള നിങ്ങളുടെ അവകാശം ഇല്ലാതാകുന്നില്ല. കോമ്പൻസേഷൻ ഫോർ ഡിലേഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഫ്ലാറ്റ് കിട്ടുന്നതിന് മുൻപുള്ള കാലതാമസത്തിനുള്ളതാണ്. ആ അവകാശം ഫ്ലാറ്റ് ഏറ്റെടുത്താലും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് ഫ്ലാറ്റ് കിട്ടിയതിന് ശേഷവും നിങ്ങൾക്ക് ധൈര്യമായി കൺസ്യൂമർ കോർട്ടിൽ സമീപിക്കാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. നമ്മൾ ബിൽഡറുമായി ഉണ്ടാക്കുന്ന അഗ്രിമെൻറ്റിൽ എപ്പോഴും ഒരു ആർബിട്രേഷൻ ക്ലോസ് ഉണ്ടാവും. എന്തെങ്കിലും തർക്കമുണ്ടായാൽ കോടതിയിൽ പോകാൻ പാടില്ല, പകരം ആർബിട്രേഷൻ വഴി തീർക്കണമെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് കാണിച്ച് പല ബിൽഡേഴ്സും നമ്മളെ ഭീഷണിപ്പെടുത്താറുണ്ട്. എന്നാൽ സുപ്രീം കോടതി ഇതിനും കൃത്യമായ മറുപടി നൽകി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന അധികാരം വെറും ഒരു പ്രൈവറ്റ് അഗ്രിമെന്റ് വെച്ച് ഇല്ലാതാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അഗ്രിമെന്റിൽ ആർബിട്രേഷൻ ക്ലോസ് ഉണ്ടെങ്കിൽ പോലും ഒരു ഹോം ബയർ എന്ന നിലയിൽ നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ പോയി കേസ് കൊടുക്കാൻ പൂർണ്ണ അവകാശമുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഒരു ഹോം ബയർ എന്ന നിലയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രമാണ്: 1, നിങ്ങളുടെ ഫ്ലാറ്റ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ താക്കോൽ വാങ്ങിയതിന് ശേഷവും നിങ്ങൾക്ക് നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാവുന്നതാണ്. 2, നിങ്ങളുടെ പേയ്മെൻറ്റ് റെസിപ്റ്റ്സ്, അഗ്രിമെൻറ്റ് കോപ്പി, പൊസിഷൻ ലെറ്റർ എന്നിവയെല്ലാം സേഫായി സൂക്ഷിക്കുക. 3, ബിൽഡർ പറയുന്ന ന്യായം കേട്ട് പിന്നോട്ട് പോകരുത്. നിയമം ഇപ്പോൾ പൂർണ്ണമായും ഉപഭോക്താക്കളുടെ കൂടെയാണ്. സ്വന്തമായി ഒരു വീട് എന്നത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. ഫ്ലാറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ ഇൻഫർമേഷൻ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു ഫിനാൻസ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ബൈ.